ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ വചനം. എൻ്റെ പേര് ജിപ്സി ജെയ്സൺ. ഞാൻ നവി മുംബൈയിൽ നിന്ന് വരുന്നു. എൻ്റെ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം നൽകാൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 2019 ഓൺലൈനായിട്ട് ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മാതാവിൻ്റെ സ്വപ്ന ദർശനമാണ് ഉണ്ടായത്. ദർശനത്തിൽ മാതാവ് എന്നോട് പറഞ്ഞു, നിനക്ക് ബൈബിൾ ക്വിസ് പരീക്ഷയിൽ 62 മാർക്ക് ലഭിക്കും. പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 62 മാർക്ക് തന്നെ ലഭിക്കും. അതായിരുന്നു ആദ്യത്തെ എൻ്റെ അനുഭവം. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ വളരെ വിഷമിക്കുകയായിരുന്നു. ഹസ്ബൻഡ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞിരുന്നത്. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടിയിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ആൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ആൾക്ക് നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ 2019 മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ജോലിക്ക് ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തമ്പുരാനായിട്ട് വരുത്തിയിട്ടില്ല. കൊറോണയുടെ സമയത്ത് പോലും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. അതുപോലെ തന്നെ 2023 ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചത്. തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഈ അൽത്താരയിൽ വന്ന് കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ പ്രവാചകന്മാരെയൊക്കെ ബൈബിളിൽ വായിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. 4 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ്റെ തലവേദന. അവസാന നിമിഷങ്ങളിലൊക്കെ ഞാൻ തലചുറ്റി വീഴും എന്നുള്ള അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മൈഗ്രെയിൻ്റെ തലവേദന പൂർണ്ണമായി എനിക്ക് സൗഖ്യപ്പെട്ടു. ഒരു ടീച്ചറാവുക എന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിനുള്ള പഠിപ്പൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായില്ല. ഡിഗ്രി കഴിഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞു പോയി. അതിനുശേഷം പഠിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കിയില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ മാതാവ് കണ്ടു. എനിക്ക് ഒരിക്കലും അർഹതയുണ്ടായിരുന്നില്ല എൻ്റെ മാതാവ് ഈ ടീച്ചറായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത്. ഞാൻ അവിടെ പോയി ഞാൻ പഠിച്ച് അതിനുശേഷം അത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ CCED പഠിച്ചു. അതിനുശേഷം ഒരു CBSE സ്കൂളിൽ ഞാനിപ്പോൾ ടീച്ചറായിട്ട് എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് തന്നത് ആരാധനയിൽ, ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ എന്നോട് പറഞ്ഞു, കുറേ നാളായിട്ട് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, ഒരു ഡെമോ ക്ലാസ്സോ ഒരു ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് ജോലി തരണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ യാതൊരു ഇൻ്റർവ്യൂ ഡെമോ ക്ലാസ്സോ ഒന്നും ചെയ്യാതെ എനിക്ക് ദൈവം, എൻ്റെ അമ്മ മാതാവ് എനിക്ക് ആ ജോലി നൽകി അനുഗ്രഹിച്ചു. ഇന്നും ആ ജോലിയിൽ ഞാൻ തുടർന്നു പോകുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ 90% മാർക്ക് ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്. ഞാൻ സാക്ഷ്യം മുന്നേ അവിടെ എഴുതി വെച്ചായിരുന്നു എനിക്ക് 90% മാർക്ക് എൻ്റെ മോൾക്ക് ലഭിക്കണമെന്ന്. അപ്പം ഞങ്ങളത് പിന്നെ ഞങ്ങൾ പറഞ്ഞു 90%-ലും കൂടുതൽ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് അങ്ങനെ മനസ്സിൽ പറഞ്ഞു. പക്ഷേ മാതാവ് നമ്മൾ എത്ര എഴുതിയോ നമ്മൾ അത്ര തന്നെ കുറച്ച് 89.9% കിട്ടിയായിരുന്നു. പക്ഷേ റിവാലുവേഷന് കൊടുത്തതിന് ശേഷം നമുക്ക് മാതാവ് 90.4% മാർക്കായിട്ട് അത് കൂട്ടി തന്നു. നമ്മൾ മാതാവിനോട് എന്ത് ചോദിച്ചോ, ഒരു പൂ ചോദിച്ചോ ഒരു പൂക്കാലം തരുന്നു പറഞ്ഞ പോലെ മാതാവ് നമ്മൾ എന്ത് ചോദിച്ചാലും മാതാവ് അതിനനുസരിച്ച് നമുക്ക് നൽകും. അതിനുശേഷം ഡിസംബറിൽ എനിക്ക് തലചുറ്റ് വന്നായിരുന്നു. ഈ ഡിസംബറിൽ തലചുറ്റ് വന്നിട്ട് എനിക്ക് സ്കൂളിൽ പോകണം, എണീക്കാൻ പറ്റണില്ല. ഗുളികകളൊക്കെ കഴിച്ചു പോവും, പക്ഷേ ഒന്നും ഒരു സൗഖ്യപ്പെട്ടുണ്ടായില്ല. മാതാവിനോട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ധ്യാനം മൊബൈലിൽ വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായി മയങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാതാവിൻ്റെ ഒരു കൈ വന്ന് എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു. ആ കുരിശ് നമ്മൾ പറയില്ല, നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടാം. പക്ഷെ ആ കുരിശ് ഞാൻ എൻ്റെ മാതാവിൻ്റെ കൈയും കുരിശും എൻ്റെ ജീവിതം മുന്നോട്ട് നിർത്തി. ഇനി തലചുറ്റില്ലാതെ 3 മാസമായിട്ട് ഞാൻ അനുഭവിച്ച തലചുറ്റ് അതോടുകൂടി എനിക്ക് മാറിക്കിട്ടി.
ഉടമ്പടി തൈലത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പീരീഡ്സ് റെഗുലറായി. ഇത്രയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ ഒക്കെ. ഞാൻ ഭക്ഷണമില്ലാത്തവർക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇരുന്നത്. കാരണം അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആരൊക്കെ വരുന്നുണ്ടോ, എൻ്റെ കയ്യിൽ പൈസയുണ്ടോ, എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഞാൻ എത്ര കാശാണ് എനിക്ക് ഉള്ളതെന്ന് ഞാൻ നോക്കാറില്ല, ഞാൻ കൊടുക്കാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ. അതുപോലെ തന്നെ എനിക്ക് കുമ്പസാരത്തിലൂടെ വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ തലചുറ്റായിട്ട് കിടക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ പോവാതെ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റാതെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. ആ സമയത്ത് ഒരു മരിയൻ മെൻഡറെ പോലെ, അച്ഛൻ പറയാറുണ്ടല്ലോ മരിയൻ മെൻഡർ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഉടമ്പടി എടുത്തതാണെങ്കിലും ആ മരിയൻ മെൻഡറെ പോലെ അനു എന്ന് പറഞ്ഞ എൻ്റെ സഹോദരി അവിടെ പള്ളിയിലുള്ള, ഞങ്ങളുടെ ന്യൂ ബോംബെയിലുള്ളതാണ്, അവരും ഉടമ്പടി എടുത്തതാണ്. പക്ഷെ അവൾ എനിക്ക് കൈത്താങ്ങായിട്ട് വന്നു. അവൾ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ മുടങ്ങിക്കിടക്കുന്ന ഉടമ്പടി കുമ്പസാരം നീ കുമ്പസാരിക്കും, നീ പള്ളിയിൽ പോയിട്ട്, അപ്പം നിനക്ക് മാതാവ് നിന്നെ തൊടും. ആ കുമ്പസാരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് മാതാവ് എന്നെ വന്ന് തൊട്ടതും. സുഗന്ധാഭിഷേകം, നമ്മൾ പറഞ്ഞിട്ടുള്ള സുഗന്ധാഭിഷേകം എന്താണെന്ന് നമുക്ക് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. കാരണം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ മാതാവിന് മുല്ലപ്പൂ മേടിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ദിവസമാണ് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചത്. അത് ഒരു മുല്ലപ്പൂ, ഒരു മാല മുല്ലപ്പൂ അല്ല, ഒരു കൊട്ട മുല്ലപ്പൂ എനിക്ക് ദൈവം, അത്രയും മണം. ആ മണം ഇന്ന് ഞാൻ അനുഭവിച്ചത് ഈ അൽത്താരയിൽ, ഈ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മണം, സുഗന്ധാഭിഷേകം പിന്നെയും ലഭിച്ചു. ദൈവം അമ്മ മാതാവ് കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു.